നമസ്കാരം, ഞാൻ ബിൻസു. നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ഒരു ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ് ഒരു 40 ലക്ഷം രൂപ നമുക്ക് ഇങ്ങോട്ട് തന്നിട്ട് ക്യൂൻസ്ലാൻഡിലേക്ക് ഉദ്യോഗാർത്ഥികളെ അതല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ റിക്രൂട്ട് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഞാൻ കുറച്ച് ഒരു സീരീസ് ആയിട്ട് തന്നെ ചെയ്തിരുന്നു. അതിൽ ചില ആളുകൾക്കൊക്കെ അവിടെ ജോലി കിട്ടിയതായിട്ടും ഒക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മുൻപ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ ഇന്ന് ഈ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ശരിക്കും ഇത്തരത്തിൽ ഈ 40 ലക്ഷം രൂപ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുന്നില്ലേ, അല്ലെങ്കിൽ ഇതൊരു ഇത്തരത്തിൽ ആ ഒരു ജോലിക്ക് ട്രൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ പറ്റിക്കപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഇന്ന് നമ്മുടെ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ UK ഒരാൾ എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ പേഴ്സണൽ മെസ്സേജിൽ അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയച്ചതാണ്. ഇദ്ദേഹം ഈ ഒരു ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയും അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാവുകയൊക്കെ ചെയ്തു. അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ $10,000 ഇവർ റീലൊക്കേഷൻ പാക്കേജായിട്ട് ഇദ്ദേഹത്തിന് ഓഫർ ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം എനിക്ക് മെസ്സേജ് അയക്കുണ്ടായി, ഇതുപോലെ 40 ലക്ഷം രൂപ അതല്ലെങ്കിൽ $70,000 ഓസ്ട്രേലിയൻ ഡോളറൊക്കെ ഓഫർ ചെയ്തിട്ടാണ് ഗവൺമെൻറ് അവരുടെ വെബ്സൈറ്റുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു ജോബിനെ കുറിച്ച് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു $70,000 അതല്ലെങ്കിൽ 40 ലക്ഷം രൂപ പോയിട്ട് അവർ വെറും $10,000 നമുക്ക് റീലൊക്കേഷൻ പാക്കേജായിട്ട് ഇപ്പം ഓഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരാൾ അയച്ച ഒരു മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ശരിക്കും ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ജോബ് ഓഫർ ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ് ഇത് പ്രഖ്യാപിച്ചിട്ട് തന്നെ ഇപ്പം ഏകദേശം ഓൾമോസ്റ്റ് ഒരു വർഷത്തിനടുത്താകുന്നു. അവരുടെ ഈ റൂറൽ ഏരിയകളിലേക്ക് ആളുകളെ കിട്ടാത്തത് കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ഓഫർ അവർ നമ്മൾക്ക് മുമ്പിലേക്ക് വെക്കുകയും ഈ ഒരു ജോബ് ഓഫർ അല്ലെങ്കിൽ ഈ ഒരു 40 ലക്ഷം രൂപ അല്ലെങ്കിൽ ഈ ഒരു $70,000 ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ ഈ ഒരു ഓഫറൊക്കെ കണ്ടിട്ട് ധാരാളം പേര് UK അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡിലുള്ളവരും ഒക്കെ ഈ ജോബിന് അപ്ലൈ ചെയ്യുകയുണ്ടായി. ഒരുപാട് പേർക്ക് ജോലി കിട്ടുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ കാനഡയിൽ നിന്നും അതോടൊപ്പം തന്നെ UK നിന്നും മറ്റൊന്ന് ന്യൂസിലാൻഡിൽ നിന്നും ധാരാളം ആളുകളാണ് കൂട്ടത്തോടെ ഓസ്ട്രേലിയയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതും ഇത്തരത്തിലുള്ള ജോബുകൾക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാനഡയിൽ നിന്നും UK നിന്നും അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡിൽ നിന്നും ഒക്കെ ഒരു വലിയൊരു ഒഴുക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ന്യൂസിലാൻഡിൽ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചു. അദ്ദേഹം പറഞ്ഞത് ന്യൂസിലാൻഡിൽ വന്ന് പെട്ടുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത ചെലവ് ഭയങ്കര കൂടുതൽ, ജോബ് റിക്രൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ന്യൂസിലാൻഡിൽ നിർത്തിവെച്ച ഒരവസ്ഥയാണ്, ജോലി കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പം ക്യൂൻസ്ലാൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ ഏതെങ്കിലും രീതിയിൽ ഓസ്ട്രേലിയയിൽ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് അഫ്ര രജിസ്ട്രേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ നേഴ്സാണ്, നല്ല രീതിയിലുള്ള നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിലേക്ക് ഒരുപാട് CV-കൾ അയക്കുന്നുണ്ട്, പക്ഷേ ഒരു എംപ്ലോയറും പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ആൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം എനിക്ക് മെസ്സേജ് ഉണ്ടായി. അപ്പം ന്യൂസിലാൻഡിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡിൽ നിന്നൊക്കെ ഒരു കുത്തൊഴുക്കാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ $70,000 പറഞ്ഞിട്ട് ഈ $10,000 ഈ ഒരു റീലൊക്കേഷൻ പാക്കേജിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് ചോദിച്ചാൽ ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ 100 മടങ്ങ് ആപ്ലിക്കേഷനുകളാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റീലൊക്കേഷൻ പാക്കേജ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും വർക്ക് ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾ തയ്യാറായി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഓസ്ട്രേലിയയിൽ ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ ഈ $70,000 എന്നുള്ള ആ ഒരു റീലൊക്കേഷൻ പാക്കേജ് നേരെ വെട്ടിക്കുറച്ച് അത് 10,000 20,000 ഈ റേഞ്ചിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ UK നിന്നും എനിക്ക് മെസ്സേജ് അയച്ച ഈ ആൾ എന്നോട് ചോദിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയിപ്പം മറ്റ് ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലേക്ക് ഞങ്ങൾ ട്രൈ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ $10,000 റീലൊക്കേഷൻ പാക്കേജ് കിട്ടുന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത മറ്റേതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് ട്രൈ ചെയ്യാം എന്നുള്ള ഒരു കാര്യം കൂടെ അദ്ദേഹം ഈ മെസ്സേജിൽ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓസ്ട്രേലിയയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ജോലി കിട്ടാൻ ഇപ്പം ഭയങ്കര ടഫാണ്. അത്രത്തോളം ടൈറ്റായ ഒരു രീതിയിലാണ് ഓസ്ട്രേലിയയിലെ ജോലി കിട്ടാനുള്ള ഒരു ചാൻസസും അതോടൊപ്പം തന്നെ അക്കോമഡേഷൻ്റെ പ്രോബ്ലംസും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ധാരാളം വിസകൾ ഇപ്പോൾ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 186 അല്ലെങ്കിൽ PR പോലുള്ള വിസകളൊക്കെ ഇപ്പോൾ അപ്രൂവ് ആവാൻ ഭയങ്കര ലേറ്റാണ്. മാർച്ച് മാസം 13-ാം തീയതിയൊക്കെ അപ്ലൈ ചെയ്ത 186 പോലുള്ള PR-കൾ ഇപ്പോഴും നിലവിൽ ഈ ജൂൺ മാസം ആയിട്ടും അപ്രൂവ് ആവാത്ത സിറ്റുവേഷനുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഈ മെസ്സേജുകൾ വഴിയാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. വേറൊരാൾ എന്നോട് പറഞ്ഞത് അവർക്ക് ഒരു എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒഫീഷ്യലി അവർക്കൊരു ഇമെയിൽ കിട്ടി, ഞങ്ങൾക്ക് ജൂൺ മാസം വരെയുള്ള ഞങ്ങളുടെ വിസ കോട്ടയുടെ 90% ഞങ്ങൾക്ക് ഫില്ലായി,
അതിനാൽ തന്നെ ഇനിയിപ്പം ജൂലൈക്ക് ശേഷമേ 186 വിസ ഞങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ഒരു ഇമെയിൽ ഓസ്ട്രേലിയൻ ഹോം ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും ഒരാളിന് കിട്ടിയ ഒരു കാര്യം കൂടെ അദ്ദേഹം ഞാനുമായിട്ട് ഷെയർ ചെയ്യുണ്ടായി. അപ്പം ഇത്തരത്തിലുള്ള ക്യൂൻസിലൻഡിൽ നിന്ന് ഈ $10,000 ഈ ഒരു റീലൊക്കേഷൻ പാക്കേജ് കിട്ടിയിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് റീലൊക്കേഷൻ പാക്കേജ് കിട്ടിയില്ലെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്കൊരു 482 വിസ അല്ലെങ്കിൽ വർക്ക് വിസ കിട്ടി ഒരു 2 വർഷത്തിന് ശേഷം ഞങ്ങൾ PR തരാം എന്നുള്ള ഒരു കണ്ടീഷനിലെങ്കിലും ഓസ്ട്രേലിയയിലെ ഏതെങ്കിലും ഒരു എംപ്ലോയർ നിങ്ങളോട് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയർ എഗ്രി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓസ്ട്രേലിയയിൽ ജോബ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജോബ് വേക്കൻസികൾ അത്രത്തോളം തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് ഓസ്ട്രേലിയയിലെ കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലുകളിലെ വേക്കൻസികളൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് റീലൊക്കേഷൻ പാക്കേജുകൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന വിസയിൽ അത് 482 ആയാലും 186 വിസ ആയാലും അതോടൊപ്പം തന്നെ 482 പോലെയുള്ള വിസ ആഫ്റ്റർ 2 ഇയേഴ്സ് നിങ്ങൾക്ക് PR തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാടിക്കയറി നേരെ ഓസ്ട്രേലിയക്ക് പോരെ. ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അതൊരു മെമ്മറിയിൽ വെക്കുക. ഒരു ആഫ്റ്റർ 6 മന്ത് അല്ലെങ്കിൽ ഒരു 1 ഇയറിന് ശേഷം ഉറപ്പായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള ജോലികളും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനുകളിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഓസ്ട്രേലിയയിൽ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ചാൻസസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ $10,000 റീലൊക്കേഷൻ പാക്കേജ് എങ്കിൽ 10,000 അത് വാങ്ങിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നേരെ ഓസ്ട്രേലിയയിലേക്ക് കയറി പോരാനേ ഞാൻ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിങ്ങളോട് അഡ്വൈസ് ചെയ്യത്തുള്ളൂ. പിന്നെ അടുത്തതായിട്ട് മറ്റൊരാൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഒരുപാട് CV-കൾ ഞങ്ങൾ ഒരുപാട് എംപ്ലോയീസിന് അയക്കുന്നുണ്ട്, ഒരാൾ പോലും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ഞാൻ ഈ പറഞ്ഞ മാതിരി എംപ്ലോയീസിന് ഇഷ്ടം പോലെ ഉദ്യോഗാർത്ഥികളെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ഇപ്പം നിലവിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ അവരാരും തന്നെ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ അയക്കുന്ന CV-കളോടൊന്നും അത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇവരെല്ലാവരും കമ്പ്യൂട്ടർ വഴിയാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വഴിയാണ് ഈ CV-കളെല്ലാം സോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കമ്പ്യൂട്ടറിനെ ബൈപ്പാസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ ഹാക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള CV-കളും ബയോഡേറ്റകളും നിങ്ങൾ നല്ല പ്രൊഫഷണലായിട്ട് നിങ്ങൾ തയ്യാറാക്കി നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു CV കമ്പ്യൂട്ടർ സോർട്ട് ചെയ്യുകയും അത് എംപ്ലോയർക്ക് കൊടുക്കുകയും എംപ്ലോയർ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നിങ്ങൾ CV ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കൺവെൻഷനലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള CV-കളിലൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ പേരിനോടൊപ്പം തന്നെ ഹസ്ബൻഡ് നെയിം, ഫാദർ നെയിം, അതോടൊപ്പം തന്നെ റിലീജിയൻ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ താഴെ നമ്മൾ നമ്മുടെ CV-യിലൊക്കെ എഴുതി ചേർക്കും. ഇത്തരത്തിലുള്ള ഇപ്പോഴത്തുള്ള മോഡേൺ CV-കളിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ എക്സ്പീരിയൻസ് മുതൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് ഒരു സിംഗിൾ ഷീറ്റിൽ നിങ്ങളൊരു കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒരു CV നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ ഒരു എംപ്ലോയർക്ക് നമ്മൾ അയക്കുമ്പോൾ നമ്മൾ കവർ ലെറ്ററും അതോടൊപ്പം തന്നെ നമ്മൾ CV-യും ഒരുമിച്ച് നമ്മൾ അയക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ CV നോക്കുന്നതിന് മുമ്പ് നമ്മുടെ കവർ ലെറ്ററാണ് ഏതൊരു എംപ്ലോയറും ആദ്യം വായിക്കുന്നത്. ആ ഒരു കവർ ലെറ്ററിൽ ഇപ്പം കമ്പ്യൂട്ടർ നമ്മുടെ എന്താ പറയുന്ന ആ ഒരു CV സോർട്ട് ചെയ്ത് എംപ്ലോയർക്ക് കൊടുത്താലും ആ എംപ്ലോയർ ആദ്യം വായിക്കുന്നത് കവർ ലെറ്ററാണ്. ആ ഒരു കവർ ലെറ്ററിൽ ആ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ഒരു പേഴ്സൺ അദ്ദേഹം അട്രാക്റ്റീവ് ആയെങ്കിൽ മാത്രമേ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അവർക്ക് വിളിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ CV തയ്യാറാക്കുമ്പോൾ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് നിങ്ങളൊരു കവർ ലെറ്റർ തയ്യാറാക്കി എല്ലാ ഹോസ്പിറ്റലുകളിലേക്ക് അയക്കുമ്പോഴും നിങ്ങൾ ആ ഹോസ്പിറ്റലിൻ്റെ പേരുകൾ ആ കവർ ലെറ്ററിൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത് ആ CV-യിൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത് നിങ്ങൾ അയക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഓരോ ഹോസ്പിറ്റലുകളിലും അവരുടെ ജോബ് ഡെസ്ക്രിപ്ഷനൊക്കെ അവർ ഡിഫറൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ ഇപ്പം ഒരിടത്തേക്ക് ചിലപ്പോൾ ICU നേഴ്സിനെ ആയിരിക്കും വേണ്ടത്, മറ്റൊരിടത്തേക്ക് എമർജൻസിയിലേക്കായിരിക്കും അവർക്ക് ആളെ വേണ്ടത്. പക്ഷേ നമ്മളൊരു നേഴ്സ് എന്നുള്ള ഒരു രജിസ്റ്റേർഡ് നേഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾക്ക് ഈ 2 റോളുകളിലേക്ക് നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ CV-യിലും അതോടൊപ്പം തന്നെ നമ്മുടെ കവർ ലെറ്ററിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബിൻ്റെ ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ഡെസ്ക്രിപ്ഷനിൽ അവർ ഈ പറഞ്ഞ എന്താ പറയുന്നത് എമർജൻസി എങ്കിൽ എമർജൻസി, അതല്ലെങ്കിൽ നമ്മളുടെ ICU പോലെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളോട് നിങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഫൈനലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് വന്ന് സംസാരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പഴയതുപോലെയല്ല. അവർ നിങ്ങൾ പറയുന്ന റീലൊക്കേഷൻ പാക്കേജ് ഒന്നും തന്നു ഒരു എംപ്ലോയറും ഇനിമേലിൽ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നില്ല. ഒരുപാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളൊക്കെ കൊടുത്തിരുന്ന റീലൊക്കേഷൻ പാക്കേജുകളെല്ലാം 100%
അവർ നിർത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കിട്ടുന്ന ചാൻസ് ഏതാണെന്ന് വെച്ചാൽ അത് പ്രയോജനപ്പെടുത്തി നിങ്ങൾ നേരെ ഓസ്ട്രേലിയയിലേക്ക് വരാൻ ശ്രമിക്കുക. ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് എൻ്റർ ആകുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പണ്ട് കാലത്തെ ആ ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങളെല്ലാം പോകും. അതിനു മുമ്പ് എത്രയും വേഗം നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ള ഒരു കാര്യം മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകളും നല്ല നല്ല അപ്ഡേറ്റുകളുമായി ഞാൻ വീണ്ടും വരും. വീണ്ടും കാണും വരെ ഏവർക്കും ഗുഡ് ബൈ.